ഇവിടെ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി MM ഹസൻ കൂടി ചേരുകയാണ്. മോദി സർക്കാർ ഞങ്ങളുടെ ഫണ്ട് ഫ്രീസ് ചെയ്തത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഫ്രീസ് ചെയ്തതിന് തുല്യമാണ്. രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ കക്ഷിയുടെ ഫണ്ട് ഫ്രീസ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ നിഷ്ക്രിയരാക്കാൻ, നിർജീവമാക്കാൻ നടത്തിയ ശ്രമത്തെ ജനങ്ങളുടെ പിന്തുണയോടും സഹകരണത്തോടും കൂടി അതിജീവിക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ തുടങ്ങിയത്. തീർച്ചയായിട്ടും നല്ല പ്രതികരണമാണ്. എത്ര സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളെ 2020 നേരത്തെ പ്രഖ്യാപിച്ചതാണ്. മുഴുവൻ സീറ്റുകളും, ഒരു സീറ്റല്ലേ കഴിഞ്ഞ ഇലക്ഷന് നഷ്ടപ്പെട്ടുള്ളൂ, അതുകൂടി ചേർത്താൽ എത്രയാ 2020. അത് UDFൻ്റെ ഒരു മോഡിയുടെ ഗ്യാരണ്ടി പോലെ UDFൻ്റെ ഒരു ഗ്യാരണ്ടിയാണ്. SDPIന്റെ പിന്തുണ ലഭിക്കാതിരിക്കുമെന്ന ആശങ്കയുണ്ടോ? അതൊക്കെ ക്ലോസ്ഡ് ചാപ്റ്റർ. ഞങ്ങളുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവ് ഞാനും പറഞ്ഞു കഴിഞ്ഞു. CAA കാര്യത്തിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് നുണപ്രചരണം നടത്തുകയാണ്. CAA അവതരണ സമയത്ത് മുതൽ പാർലമെൻറ്റിൽ എതിർത്തതാര കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ പേരിൽ 12 സംസ്ഥാനങ്ങളിലായി 20 ക്രിമിനൽ കേസാണ്. അതിൽ ഭൂരിപക്ഷവും CAA എതിർത്തതാണ്. കർഷക സമരം, അതുപോലെ തന്നെ നിരവധി ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാടാണ്. സംഘപരിവാറുകാർ ആരെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തത് മോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമത്തിനെതിരെ ഇവിടെ പ്രക്ഷോഭം നടത്തിയവർ, സമരം നടത്തിയവരെ പേരിൽ കേസെടുത്ത് അവരെ ജയിലിലടച്ച് ശിക്ഷിക്കുക ചെയ്തത്. മോഡിയും പിണറായിയും തമ്മിൽ എന്ത് വ്യത്യാസം? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഇതൊരു വലിയ പ്രചരണ വിഷയമാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇതിൽ ഒളിച്ചു കളിക്കുന്നു എന്ന നുണപ്രചരണം നടത്തുന്നത് ന്യൂനപക്ഷങ്ങളോടുള്ള താല്പര്യം കൊണ്ടല്ല, ന്യൂനപക്ഷ വോട്ടുകളിൽ മുഖ്യമന്ത്രി കണ്ണു നട്ടുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി CAAയുടെ പേരിൽ കണ്ണീരൊഴുക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ അഗ്ന T. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.